നിന്റെ ഖബർ എന്ന ഒരു ലോകത്തെ നീ ഭണ്ഡാരായിട്ട് സങ്കല്പിക്കും. എന്നിട്ട് 10 നോട്ട്, 5 കോയന് കണ്ടാളോടെല്ലാം സലാം പറയാ. ആരെങ്കിലും സലാം പറഞ്ഞ വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറയുന്നതിന് പകരം റഹ്മത്തുള്ളാന്ന് കൂടി കൂട്ടിയിട്ട് 20 നോട്ട് ഇടുക. ഇനി ബറക്കാത്തും കൂടി കൂട്ടിയിട്ട് 30 ആക്കുക. ഡെയിലി കുറെ സലാത്ത് എല്ലിട്ട് 2000 നോട്ട് ഇടുക. പിന്നെ ആരെങ്കിലുമൊക്കെ പാവപ്പെട്ടവര് നമ്മുടെ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിച്ചിട്ട് 2000 കുറെ നോട്ടിടുക. ഇങ്ങനെ നമ്മളെ ഖബറിനെ ഭണ്ഡാരായി സങ്കല്പിച്ച് ഒരുപാട് നന്മ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവസാനം ഖബർ എന്ന ഭണ്ഡാരം പൊളിക്കുന്ന ദിവസം, നമ്മൾ മരിക്കുന്ന ദിവസം കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോഴാണ് ഒരു വെളുവെളുത്ത മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ മയ്യത്ത് ചോദിക്കും, എത്ര നിങ്ങൾ ആരാ? അന അമലുക സ്വാലിഹ്, നീ ചെയ്ത നല്ല കർമ്മങ്ങളാണ് അഥവാ സൽക്രമങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തും. ഇങ്ങനെ നമുക്ക് ഖബറിനെ ഭണ്ഡാരായിട്ട് സങ്കല്പിച്ചിട്ട് ഖബർ പ്രകാശിപ്പിക്കാൻ പറ്റിയ 3 കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഇത് നിർബന്ധ ബുദ്ധിയ ശീലമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1, എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം, മഗ്‌രിബിന്റെ ഇശാഇന്റെ ശേഷം ആവലാണ് നല്ലത്, ഉറങ്ങണതിന് മുമ്പ് ആയാലും മതി, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അഥവാ നമുക്കൊക്കെ അറിയുന്ന പോലെ തബാറക സൂറത്ത് പാരായണം ചെയ്താല് ഖബർ പ്രകാശിക്കും. ഖബറിനെ നമുക്ക് സന്തോഷമുള്ള വീടായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യണം. ഇനി എന്തെങ്കിലും ക്ഷീണം കൊണ്ടോ മറ്റോ ഉറങ്ങിപ്പോയാല് രാവിലെ ഓതിയാൽ മതി. അതിന്റെ അർത്ഥം എപ്പോഴും ക്ഷീണം കൊണ്ട് അർണം കൊണ്ട് ഉറങ്ങണ്ട, നമ്മള് രാത്രി തന്നെ ഓതണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തബാറക സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവണം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് ഖബർ പ്രകാശിക്കാൻ, ഖബറിൽ സുഹൃതങ്ങളെ കൊണ്ട് നമുക്ക് സുഖിക്കാനുള്ള ഒരു നന്മ സൂറത്തു യാസീൻ ഡെയിലി ഓതുക എന്നുള്ളതാണ്. യാസീൻ സൂറത്ത് ആരെങ്കിലും മരിച്ചാൽ അവിടെ പോയിട്ട് ഓതുന്നതിന് പുറമെ, നമ്മൾ മരിച്ച ആരെങ്കിലും യാസീൻ നമുക്ക് ഓതുന്നതിന്റെ പുറമെ, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുമ്പോ കുറെ യാസീൻ ഓതണം. അത് ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾക്കറിയോ, ഒരു മയ്യത്തിനെ ഖബറടക്കിയിട്ട് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ഒരു മഹാൻ അവിടെ തന്നെ നിന്നു. ആ മഹാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത നായ പോലത്തെ ഒരു ജീവി പുറത്തേക്ക് ഓടുന്നത്. ആ നായ പിടിച്ചിട്ട് ചോദിച്ച്, ഈ എന്താടോ, ഇതാരാണ് സംഭവം? ഞാൻ ഇയാള് ചെയ്ത തെറ്റുകുറ്റങ്ങളെ എന്നെ ഈ നായന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തിയതാണ്. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇയാളെ ശല്യപ്പെടുത്താന്, ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ. പിന്നെന്താ നീ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത്? സത്യത്തിൽ ഇയാളെ ബുദ്ധിമുട്ടിക്കാനാണ് ഞാൻ വന്നതെങ്കിൽ പോലും ഇയാള് ഡെയിലി രാത്രി യാസീൻ ഓതുന്നതാ. ആ യാസീൻ ഓതുന്ന ആൾ എന്ന നിലയിൽ ഇയാൾക്ക് ഒരു സുന്ദരനായ രൂപം യാസീന്റെ രൂപത്തിലേക്ക് വന്നിട്ട് എന്നെ ഓടിച്ചു, അയാൾക്ക് ഇപ്പൊ സുഖാണ്. സൂറത്തു യാസീന്റെ ബർക്കത്തുണ്ട് നിങ്ങൾക്ക്. സൂറത്തു യാസീന് ആരെങ്കിലും മരിച്ചാൽ മാത്രം ഓതേണ്ട സൂറത്താന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്. അത് ഓതണം, അത് സുന്നത്താണ്, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യാസീൻ ഓതണം. ഒരു യാസീൻ ഓതിയാല് 10 ഖത്മ് തീർത്ത കൂലിയ. 10 ഖത്മ് ഒന്നിച്ച് തീർക്കാൻ നമുക്ക് ഏതായാലും കഴിയൂല. 10 ഖത്മ് തീർത്ത കൂലിയാണ് ഒരു യാസീൻ ഓതിയാൽ. ഡെയിലി ഒന്നിക്കിൽ രാവിലെ സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി നമുക്ക് ഓതാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഖബറിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മറ്റൊരു നന്മ എന്താന്ന് വെച്ചാല് സ്വതക്കയാണ്. നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഓന്റെ ബർത്ത്ഡേക്ക് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ്. നമ്മുടെ കയ്യിലുള്ള വെള്ളം, അയാളുടെ ബസ്സിന്റെ പൈസ ഞാൻ എടുക്കാം, എന്റെ വീട്ടിൽ നിന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കാം, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഈ 3 നന്മകളെ ജീവിതത്തിൽ നെഞ്ചേറ്റിയാൽ ഖബർ നമുക്ക് വെളിച്ചമാകും. നാളെ ആഖിറത്തിലേക്ക് പോകുന്ന ആദ്യത്തെ എക്സാം ഹാളിൽ, പരീക്ഷാ ഹാളാകുന്ന ഖബർ വിജയിച്ചു കഴിഞ്ഞാൽ ഫമാ ബഅദഹു ഐസർ, ബാക്കിയെല്ലാം ഈസി ആയിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.